പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവ്, ഇന്ന് യാത്രക്കൊരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, മുടി കൊഴിഞ്ഞു പോകുന്നവരുണ്ട്. വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്നവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവ് സ്പർശിക്കണം. അവരിത് മാത്രം മാനസിക സംഘർഷം അനുഭവിക്കുന്നു. ക്യാൻസർ 4th സ്റ്റേജ് അനുഭവിച്ചവരുണ്ട്. കരളുവേദനക്കാരുണ്ട്.
ഉദരവേദനക്കാരുണ്ട്, കണ്ണിന് കാഴ്ച മങ്ങുന്നവരുണ്ട്, മൂക്കിൽ ദശ വളരുന്നവരുണ്ട്, PCOD രോഗികളും ഫിസ്റ്റുല രോഗികളും ആർസസ് രോഗികളും നടുവിന് വേദനയുള്ളവരും ഈശോയെ ഇടുപ്പലിന് വേദനയുള്ളവരുണ്ട്. അവരെ എല്ലാം നിന്റെ തിരുമുറുവാർന്ന വലത് കരത്താൽ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക തകർച്ചയുള്ളവരും ഓരോരോ ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും വേണ്ടി പോകുന്നവരും അതിനെക്കുറിച്ച് പേടിയുള്ളവരും ട്രാൻസ്ഫർ കിട്ടിയവരും പോകാതിരിക്കാൻ നിവൃത്തിയില്ലാത്തവരും പോകേണ്ടി വരുന്നവരും അവർക്കും ഒരു കർത്താവ് സെറ്റിൽമെൻറ്റ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവർ, വിവാഹം താമസിക്കുന്നവർ, കുടുംബസമാധാനം ഇല്ലാത്തവർ, ഭാര്യാഭർത്താക്കന്മാർ അകന്ന് താമസിക്കുന്നവർ, മക്കൾ ദുർനടപ്പിലായിപ്പോയവർ, തെറ്റായ വഴികളിൽ പെട്ടുപോയവർ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ ഇന്നത്തെ ദിവസത്തെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവർ, ജെറമ്യാ 1:6 എടുത്തേ. അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവേ ഞാൻ കേവലം ബാലനാണ്. ഞാൻ ആരെനിക്ക് വേണ്ടി പോകുമെന്ന് ചോദിച്ചില്ലേ, ആരെ ഞാൻ അയക്കുമെന്ന് പറഞ്ഞപ്പോൾ അതാണ് ദൈവത്തോട് പറയണത്. എന്നെ അയച്ചിട്ട് കാര്യമില്ല, ഞാനൊരു പാവമാണ്, ഞാനൊരു ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവമില്ല, എനിക്ക് സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു. ലക്ഷ്യം മാറി. കർത്താവിന് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്, നീ ബാലനാണെന്ന് പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം, കൽപ്പിക്കണം എന്തും നീ സംസാരിക്കണം, നീ അവരെ ഭയപ്പെടേണ്ട, നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്, രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. അത് പറഞ്ഞിട്ട് എന്താ ചെയ്തത്? അനന്തരം കർത്താവ് കൈ നീട്ടി എന്റെ അധരത്തിൽ സ്പർശിച്ചു അരുളി ചെയ്തു. ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. എന്തൊരു വർത്തമാനം! ഇതൊക്കെ ഇന്നും നടക്കണ കാര്യമാണ്. കർത്താവ് വന്ന് നാവിൽ തൊടും. അപ്പം ഈ ഐസയായിൽ നാവിൽ കനൽ കൊണ്ട് തൊടുന്നു, ജെറമ്യായിൽ നാവിൽ കൈ കൊണ്ട് വിരൽ കൊണ്ട് തുടർന്ന്. അപ്പോൾ ഇതിന് എന്താണ് ഐസയായിൽ പറയണത്? നീ അശുദ്ധനെന്ന് നിന്നെ വിളിക്കരുത്, നീ പിഴുത് എറിയാനുള്ളവരാണ്, പണിതുയർത്താനുള്ളവരാണ്. അപ്പോൾ എന്താണ് ഈ നാവിൽ തൊടണമെന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? കുടിൽ കൊണ്ടെടുത്ത് കനൽ കൊണ്ട് തൊടുകയാണ്. എന്താ സംഭവം? നാവിൽ തൊടണേ എന്താണ് ശരിക്കും? അത് തന്നെയാണ് ഈശോ പറഞ്ഞത്. എന്താ പറഞ്ഞത്? യോഹന്നാൻ 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. കനൽ തൊട്ടപ്പോൾ ശുദ്ധി ഉണ്ടായില്ലേ ഐസയാക്ക്? കനലെന്ന് പറഞ്ഞാൽ എന്താണ്? ജെറമ്യാ പറയും അത് വചനമാണ് നിക്ഷേപിക്കണമെന്ന്. ആ വചനം തന്നെയാണ് നമ്മൾ ശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണത്. ഈ ശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന വചനത്തെക്കുറിച്ചാണ് യോഹന്നാൻ 15:3 പറയണത്. ഞാൻ നിന്നോട് പറഞ്ഞ വചനം നിമിത്തം നീ വിശുദ്ധിയുള്ളവനായിരിക്കുന്നു. അപ്പോൾ വചനാധിഷ്ഠിതമായി നമ്മുടെ ജീവിതത്തെ നമ്മൾ പുനഃക്രമീകരിച്ച് കഴിയുമ്പോൾ അതിന് നമ്മൾ ഉടമ്പടി സഹായിക്കും. നമ്മൾ ഒരേ സമയം ശക്തിയുള്ളവരും വിശുദ്ധിയുള്ളവരാകും. അപ്പം നമ്മൾ ശക്തിയുള്ളവരും വിശുദ്ധിയുള്ളവരും ആകുന്നതിന് വേണ്ടി ആയിരിക്കണം ഉടമ്പടിയുടെ ലക്ഷ്യം. അതായിരിക്കണം ഉടമ്പടിയുടെ അടിസ്ഥാനപരമായ നിയോഗം. ആ നിയോഗം നമ്മൾ നെഞ്ചിലേറ്റി കഴിയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ദൈവം ചേർത്ത് നൽകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. നല്ലൊരു ജോലിയിൽ അദ്ദേഹം കയറി. അപ്പോൾ ആ കിട്ടിയ ജോലി പെട്ടെന്ന് തന്നെ ജോലി ആവശ്യമായി കിട്ടി. 4 മാസത്തോളം കുഴപ്പമില്ലാതെ ഞങ്ങൾ രണ്ടുപേരും, പിന്നെ ഞങ്ങൾക്ക് അവിടെ വീടെടുക്കാനും എല്ലാം മാതാവ് സഹായിച്ചു. ഞങ്ങൾക്ക് ഒതുങ്ങുന്ന രീതിയിൽ തന്നെ പൈസ കുറച്ച്, കമ്പാരിറ്റീവ്ലി എല്ലായിടത്തേക്കാളും പൈസ കുറവിൽ നല്ല റൂം എടുത്ത് തന്നെ ഞങ്ങളെ സഹായിച്ചു. അത് കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ കാലിനൊരു വേദന വന്നു. ആ കാലുവേദന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ അപ്പോൾ ഇൻഷുറൻസ് കൊടുത്തിട്ടില്ലായിരുന്നു. കൊടുത്തെങ്കിലും അത് ആപ്ലിക്കബിൾ ആകാൻ 6 മാസം കഴിയും. അപ്പം ഇദ്ദേഹത്തിന് ഈ 4 മാസം കഴിഞ്ഞതേ ഉള്ളതുകൊണ്ട് ഇൻഷുറൻസ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴെല്ലാം നല്ല പൈസയാണ് എല്ലാ ഹോസ്പിറ്റലിലും.
അപ്പം ഞാൻ മനസ്സിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു ഇതെന്ത് ചെയ്യും. ഇനി എന്തായാലും ഹോസ്പിറ്റലിൽ ക്ലിനിക്കിൽ കൊണ്ടേ കാണിച്ചു. അപ്പോൾ ക്ലിനിക്കിൽ അവർ പറഞ്ഞു ആദ്യം ഞങ്ങൾ 2 മെഡിസിൻ കൊടുത്തു നോക്കാം, അത് ശരിയായില്ലെങ്കിൽ പിന്നെ വല്ല സർജറി ചെയ്യാം, അല്ലെങ്കിൽ മരുന്ന് വേറെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലോർത്ത് ഈ മെഡിസിൻ കൊണ്ട് തന്നെ ആ വേദന ശരിയാവണം എന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ എൻ്റെ വിശ്വാസത്തിന് പുറത്ത് ഞാൻ ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് പിന്നെ ഒരാഴ്ച അതിനപ്പുറം കൊണ്ട് പോയില്ല, ആ വേദന സ്റ്റോപ്പായി, വേദന നിന്നു, പിന്നെ വേദന ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ജോലി കുഴപ്പമില്ല, പക്ഷേ ഭയങ്കര അലച്ചിലാണ്. രാവിലെ 12 അവർ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് 5 മണിക്ക് ട്രെയിനിൽ പോയാൽ രാത്രിയിൽ 8 കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത്, അത് ഭയങ്കര സ്ട്രെസ്സും. അപ്പം പിന്നെ ഈ ആരോഗ്യത്തിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ മനസ്സുകൊണ്ടൊരു റെസ്റ്റ് വേണമെന്ന് ആഗ്രഹിച്ചു. ആ ജോലിയിലുണ്ടായിരുന്നൊരു ടെൻഷൻ മൂലം അദ്ദേഹം ഒത്തിരി വിഷമിക്കുന്നത് ഞാൻ കണ്ടു. ആൾ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ആളാണ്, വളരെ സെൻസിറ്റീവാണ്, അധികം ആരോട് സംസാരിക്കാറില്ല, എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ഒരു പ്രകൃതമാണ്. അപ്പോൾ അതെനിക്ക് മനസ്സിലായി. ഞാൻ മാതാവിനോട് പറഞ്ഞു ഇതിൽ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊടുക്കണം. ഈ ജോലിയിൽ വേറെ ഒരു ഓപ്ഷനും ഞങ്ങളുടെ മുമ്പിൽ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി പ്രാർത്ഥിക്കാറുണ്ട്, ഉടമ്പടി ധ്യാനം കൂടാറുണ്ടായിരുന്നു. അദ്ദേഹത്തോടും അത് കൂടാൻ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്കൊക്കെ കിട്ടുന്ന പോലെ സാക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു. അപ്പം പെട്ടെന്ന് അദ്ദേഹം ഒരു കാരണവും ഇല്ലാതെ അദ്ദേഹം ജോലി ചെയ്യുന്ന കമ്പനി അതങ്ങ് സ്റ്റോപ്പ് ചെയ്യാണ്. നോട്ടീസ് പീരീഡ് പോലും കൊടുക്കേണ്ട വരാതെ ആ കമ്പനി അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് പോവാണ്. ഞാൻ പിന്നെ അന്ന് ഞങ്ങൾക്കത് വിഷമമായിരുന്നെങ്കിലും വേറെ ഓപ്ഷൻ ഇല്ലല്ലോ എന്ന് ഓർത്ത് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞ് ആ കമ്പനി നിന്നു. പിന്നെ 2 മാസം ജോലി ഇല്ലാതെ അദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കാനും എല്ലാം റെസ്റ്റ് എടുത്തു. പിന്നെ ആ ജോലിയൊന്നും ആയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു ജോലി മാതാവ് ഞങ്ങൾക്ക് തന്നു. പിന്നെ ഒരുപാട് പിന്നെ എൻ്റെ ജോലിയിലാണെങ്കിലും എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. തൈലം തൂത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് എല്ലാ ആപത്തുകളിൽ നിന്നും ചെറിയ ഓരോ ഇൻസിഡൻറ്റുകളിലും മാതാവ് എന്നെ സഹായിക്കാറുണ്ട്. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗിന് ആ ചേച്ചിയോട് ഞാൻ മാതാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ ചേച്ചി ഇതുപോലെ വിശ്വസിച്ചു, ഇങ്ങനെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി, ഉടമ്പടി ധ്യാനം കൂടാൻ തുടങ്ങിയപ്പോൾ ആ ചേച്ചിക്ക് ഇതുപോലെ ചേച്ചിയുടെ ബാക്ക് പെയിൻ മാറി, ഒരുപാട് അനുഭവങ്ങൾ ചേച്ചിക്ക് ഉണ്ടാകാൻ തുടങ്ങി. ചേച്ചി ഒരുപാട് മാതാവിൽ വിശ്വാസത്തിൽ വരാൻ സാധിച്ചു. പിന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ദിവസം ഒരു പേഷ്യൻറ്റ് ഒരു ചെറിയ സർജറി ചെയ്യാൻ വേണ്ടി വന്നതാണ്. ചെറുതെന്ന് പറഞ്ഞാൽ കയ്യിലൊരു മുഴ പോലെ ഒരു സിസ്റ്റ്, അത് റിമൂവ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആ പേഷ്യൻറ്റിന് ക്യാനിൽ ഇടാൻ സമയത്ത്, അത് എൻ്റെ പേഷ്യൻ്റായിരുന്നു, ക്യാനിൽ ഇട്ടപ്പോൾ ഞങ്ങൾ അവിടെ ട്യൂണിക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് കെട്ടിയാണ് നമ്മൾ ക്യാനിൽ കുത്തുന്നത്. അത് കെട്ടിക്കഴിഞ്ഞപ്പോൾ ആ ക്ലിപ്പ് ആ സ്കിന്നിനുള്ളിലോട്ടായിപ്പോയി. അത് ഒരു തരത്തിലും അത് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. അത് ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ആ ഹോസ്പിറ്റലിൽ നല്ല എങ്ങും നടന്നിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ആ പേഷ്യൻ്റ് ഒരു ഈജിപ്ഷ്യൻ പേഷ്യൻ്റായിരുന്നു, അറബിയായിരുന്നു. അപ്പം ഭയങ്കരമായിട്ട് അതങ്ങ് വലിയ പ്രശ്നത്തിലോട്ട് പോയി. അവർ ഒത്തിരി ബഹളം ഉണ്ടാക്കി. ഹോസ്പിറ്റലിലെ വലിയ ആൾക്കാരൊക്കെ വന്നു. വല്ലാത്തൊരു സ്ട്രെസ്സായിപ്പോയി. അത് എൻ്റെ ജോലി പോകുന്ന ഒരു ഇതിലോട്ട് തന്നെ കാര്യങ്ങൾ പോകാൻ തുടങ്ങി. കാരണം ആരാ ഇത് ചെയ്തത്? അപ്പം ഞാൻ എൻ്റെ പേഷ്യൻ്റ് ആയതുകൊണ്ട് എൻ്റെ പേരിലാണ് എല്ലാം വന്നത്. അപ്പം ഞാൻ ഹോസ്പിറ്റലിലെ വലിയ ഡോക്ടേഴ്സും അനസ്തറ്റിസ്റ്റും ഓർത്തു, ഒരു ചെറിയ സിസ്റ്റർ റിമൂവ് ചെയ്യാൻ വന്നിട്ട് അതൊരു വലിയ ഇതിലോട്ട് പോവുകയാണല്ലോ എന്നൊരു സ്റ്റേജിലോട്ട് വന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവ് ഇത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കുകയാണെങ്കിൽ ഇത് വേറെ ഇതിലൊന്നും പോകാതെ പെട്ടെന്ന് തന്നെ അത് റിലീസാവുകയാണെങ്കിൽ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം. കാരണം അത് അത്രയും വലിയ ഇഷ്യൂ ആകുന്ന ഒരു സീൻ വന്നു. ഹോസ്പിറ്റലിലെ ഇമേജ് പോകുന്നു, റിവ്യൂ പോകും, ഒത്തിരി പ്രശ്നത്തിലോട്ട് വന്നു. അപ്പം പെട്ടെന്ന് ഞാനത് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പം മാറി നിന്ന് പ്രാർത്ഥിച്ചത്. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ടെൻഷനായി, അനസ്തേഷ്യ കൊടുക്കുന്നു, OT വിളിക്കുന്നു, അത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതങ്ങ് സ്കിന്ന് റിലീസായി വരികയും ഒരു കുഴപ്പമില്ലാതെ അത് മാറിപ്പോവുകയും ചെയ്തു. എന്നിട്ട് ആ പേഷ്യൻറ്റിനും അതിൻ്റെ ഹസ്ബൻഡും പ്രത്യേകം പറഞ്ഞു, ഈ സ്റ്റാഫിൻ്റെ പേരിൽ ഇനി ആരും ഒരു കാര്യം പോലും ചോദിക്കുകയോ പറയുകയോ ചെയ്യല്, ഞങ്ങൾക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റും ഒന്നുമില്ല. ഈ സ്റ്റാഫിന് ഇനി ആരെങ്കിലും ചോദിച്ചാൽ അവരുടെ പേരിൽ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് അവർ പറഞ്ഞു. ആ ഹോസ്പിറ്റലിലെ മെയിൻ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു. അതൊരു വലിയ സാക്ഷ്യമായിട്ട് ഞാൻ കരുതുന്നു. അതുപോലെ ഓരോ നിമിഷങ്ങളിലും അപ്പം എനിക്ക് കാരുണ്യ പ്രവർത്തികളെന്ന് പറയുമ്പോൾ എൻ്റെ പേഷ്യൻസിന് അല്ലെങ്കിൽ പോലും എൻ്റെ കൊളീഗ്സിൻ്റെ പേഷ്യൻറ്റിന്
ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റേതായിട്ട് കണ്ട് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും മാതാവിന് വേണ്ടി മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്നു. അപ്പം എല്ലാം ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ജോലി എപ്പോഴും പെൻഡിങ് ആയിരിക്കും. എപ്പോഴും ഞാൻ ഡിലേ ആയിട്ടേ ഉള്ളൂ വർക്ക് ചെയ്ത് പോകാറുള്ളൂ. പക്ഷെ ഞാൻ ആ സമയം എക്സ്ട്രാ സമയം ഞാൻ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാരണം ഞാനത് മാതാവിന് വേണ്ടി സമർപ്പിച്ച് ചെയ്തതായതുകൊണ്ട് അതെനിക്ക് ബാധിക്കുന്നില്ല. പിന്നെ ഞാനും ഹസ്ബൻഡും സമയം കിട്ടുമ്പോഴൊക്കെ ഫുഡ് ഉണ്ടാക്കി മറ്റുള്ള ഈ പാവങ്ങൾക്ക് ദുബായിലാണെങ്കിലും ഈ സ്ട്രീറ്റിൽ വർക്ക് ചെയ്യുന്ന പാവപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ പത്രം ദുബായിക്ക് പോകുന്നതിന് മുന്നേ ഞാൻ 3 മാസത്തെ പത്രം ഒരാഴ്ച കൊണ്ട് കൊടുത്ത് തീർത്തു. പിന്നെ കാശ് രൂപ വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു. അത് എൻ്റെ മുമ്പിൽ കാണുന്ന ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അവിടെ പള്ളിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന 1-2 ആളുകൾക്ക് കാണുന്നവർക്കൊക്കെ ഞാൻ മാതാവിൻ്റെ കാര്യം പറഞ്ഞ് ആ കാശ് രൂപം കൊടുക്കാറുണ്ട്. പിന്നെ ഉടമ്പടി ധ്യാനം കാണാറുണ്ട്, അത് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ബൈബിള് വായിക്കാറുണ്ട്, കൊന്ത ചൊല്ലാറുണ്ട് എല്ലാ ദിവസങ്ങളും. പിന്നെ കുർബാന ഞങ്ങൾക്ക് അവിടെ എപ്പോഴും കാണാൻ പറ്റത്തില്ലെങ്കിലും ഞങ്ങൾ പറ്റുമ്പോഴൊക്കെ ഞാനും ഹസ്ബൻഡും കൂടി പള്ളിയിൽ പോയി കുർബാന കാണാറുണ്ട്. എൻ്റെ പേര് ബെന്നി, എൻ്റെ വൈഫിൻ്റെ പേര് മേരി ഗ്രേസി. ഞങ്ങൾ കളമശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഒരു 4-5 വർഷമായിട്ട് വലത്തെ സൈഡ് പക്കു വേദനയായിട്ടും കാലിൻ്റെ ഒരു വശം വേദനയായിട്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പല ഡോക്ടർമാരെ മാറി മാറി കണ്ടെങ്കിലും ഹോസ്പിറ്റലുകളിലും കുറേ നാൾ കിടന്നു. എന്നിട്ടും വേദനയ്ക്കൊരു കുറവും ഉണ്ടായിരുന്നില്ല. MRI സ്കാനിങ്ങും മറ്റുമൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഒരു കംപ്ലൈൻറ്റും ഇല്ലെന്നാണ് പറഞ്ഞത്. എന്നാൽ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് എഴുന്നേൽക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ചരിഞ്ഞ് കിടക്കാനോ ഒരു വശത്തേക്കും തിരിയാനോ മറ്റും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. എഴുന്നേൽക്കണമെങ്കിൽ ഒരാളുടെ സഹായത്തോടു കൂടി മാത്രമേ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുള്ളായിരുന്നു. അങ്ങനെ ഇരുന്ന ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുകയുണ്ടായി. അറിഞ്ഞതിൻ്റെ ഫലമായിട്ട് ഒരു പ്രാവശ്യം ഞാനും എൻ്റെ വൈഫും കൂടി കൃപാസനത്തിൽ വന്നെങ്കിലും തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഒരു ദിവസം ഞാൻ പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു. അങ്ങനെ 15/5/23 വരികയും ഉടമ്പടി എടുത്ത് പോവുകയുണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം വീട്ടിൽ ചെന്ന് ഈ ഉടമ്പടി തൈലം വേദനകളെടുത്ത് പുരട്ടുകയും ഈ വിശ്വാസപ്രമാണം ചെയ്തതിൻ്റെ ഫലമായിട്ട് ഓരോ ദിവസവും എൻ്റെ വേദനയ്ക്ക് കുറവുണ്ടായി. കാലത്തെയുള്ള പ്രത്യക്ഷണ പ്രാർത്ഥനയ്ക്ക് ആരുടെയും സഹായമില്ലാതെ എനിക്ക് എഴുന്നേൽക്കാൻ സാധിച്ചു. ഇപ്പോഴും അത് തുടർന്നു പോരുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാനും എൻ്റെ കുടുംബവും കാണുന്നത്. അത് യേശുവിൻ്റെയും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. പിന്നീടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മകൻ +1 പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷേ പഠിക്കാൻ വളരെ മടിയാണ്. പഠിക്കാൻ ബുദ്ധിയിലായിട്ടൊന്നുമല്ല, പുള്ളിക്ക് ബുക്ക് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം വരും, ഒന്നും തലയിലേക്ക് കയറില്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ മകൻ +1 നല്ല മാർക്കോടെ പാസ്സാകാൻ സാധിച്ചു. അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾ രോഗികളെ സന്ദർശിക്കാൻ പോവുകയും പത്രം വിതരണം നടത്തുകയും മറ്റും ചെയ്യുമായിരുന്നു. കൊച്ചുകുട്ടികളുടെ അനാഥാലയങ്ങളിൽ പോയി അവരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും പിന്നെ ക്യാൻസർ രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുകയും ഞങ്ങൾ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ അയൽവക്കത്തുള്ളൊരു വീട്ടുകാർ ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുകയുണ്ടായി. അവരിപ്പോഴും തുടർന്നു പോരുന്നുണ്ട്. പിന്നെ
ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് 9 വർഷമായിട്ട് ഞങ്ങളുടെ സ്ഥലങ്ങൾ, ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അത് മുടക്കമായി കിടക്കുകയായിരുന്നു, കേസിൽ കിടക്കുകയായിരുന്നു. ഒരു തരത്തിലും ഞങ്ങൾക്കത് വിൽക്കാനോ ഒന്നും പറ്റില്ല. എല്ലാവരുടെയും പേരിൽ കിടക്കുന്നത് കൊണ്ട് കേസ് ഇരിക്കുമ്പോൾ അത് വിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. സാമ്പത്തികമായിട്ടാണെങ്കിൽ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കഴിഞ്ഞ കടങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഇതെന്തെങ്കിലും വിറ്റെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുകയുള്ളായിരുന്നു. മാതാവിൻ്റെ സന്നിധി വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അടുപ്പിച്ച് തന്നെ 2 സ്ഥലങ്ങൾ ഞങ്ങൾക്ക് വിൽക്കാൻ സാധിച്ചു. അത് മാതാവിൻ്റെയും യേശുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെന്നും ഞാൻ എൻ്റെ കുടുംബവും